ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷം 13-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ അവനെ അറിയിച്ചു. അവൻ ചോദിച്ചു, ഇവയെല്ലാം സംഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയക്കാരെയുംക്കാൾ കൂടുതൽ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അഥവാ സിലോഹായിലെ ഗോപുരം ഇടിഞ്ഞ് കൊല്ലപ്പെട്ട ആ 18 പേർ അന്ന് ജെറൂസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയുംക്കാൾ കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അവൻ ഈ ഉപമ പറഞ്ഞു. ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു, എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലമന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളയുക, എന്തിന് നിലം പാഴാക്കണം? കൃഷിക്കാരൻ അവനോട് പറഞ്ഞു, യജമാനനെ, ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ. ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം. മേലിൽ അത് ഫലം നൽകിയേക്കാം. ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഫലം നൽകാത്ത അത്തിവൃക്ഷം അനുതപിക്കാത്ത മനുഷ്യനോട് തുലനം ചെയ്യുകയാണ് ഈശോ. ഇന്ന് മാർച്ച് 22-ാം തീയതി, ഈ ശനിയാഴ്ച രാത്രിയിൽ നമ്മൾ ദിവ്യകാരുണ്യ ഈശോയുടെ ചുറ്റും ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എന്നതുപോലെ കുടുംബനാഥനായ ഈശോ ഈ രാത്രിയിൽ എന്താണ് നമ്മോട് പറയുന്നതെന്ന് കേൾക്കാൻ നമ്മൾ കാതു തുറക്കുകയാണ്. മുന്തിരിത്തോട്ടത്തിൽ നട്ടുപിടിപ്പിക്കപ്പെട്ട അത്തിവൃക്ഷത്തിൻ്റെ കഥ പറയുന്നു. നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് ഈ അത്തിവൃക്ഷത്തെ മുന്തിരിത്തോട്ടത്തിൽ കൊണ്ടുചെന്ന് നട്ടത്? അത്തിവൃക്ഷം വഴിയരികിൽ നിന്നാലും ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷമാണ്. മുന്തിരിത്തോട്ടം എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളുമുള്ള, നിരന്തരമായി ജലം ലഭിക്കുന്ന, വളമിട്ട് കൊടുക്കുന്ന, എല്ലാ തയ്യാറെടുപ്പുകളുമുള്ള ഏറ്റവും നല്ല ഫലഭൂയിഷ്ഠമായ കൃഷിയിടമാണ് മുന്തിരിത്തോട്ടം. മുന്തിരി വെച്ച് പിടിപ്പിക്കുന്നത് അവിടെയാണ്. മുന്തിരിക്ക് എല്ലാ സൗകര്യങ്ങളും വേണം, എങ്കിലേ അത് ഫലമുണ്ടാവുകയുള്ളൂ. പക്ഷേ അത്തിമരത്തിന് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ വഴിയരികിൽ നിൽക്കുന്ന അത്തിമരത്തെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അത്തിമരം മുന്തിരിത്തോട്ടത്തിൽ നട്ടിരിക്കുകയാണ്. അതായത് ഏറ്റവും നല്ല സ്ഥലത്ത്, ഏറ്റവും നല്ലൊരു സാഹചര്യത്തിൽ വളരാൻ കൃപ ലഭിച്ച ഒരു അത്തിവൃക്ഷം. ഈ അത്തിമരം ആരാണ്? പ്രിയപ്പെട്ടവരെ, അത് നമ്മളാണ്. വിശ്വാസമാകുന്ന, സഭയാകുന്ന ഒരു മുന്തിരിത്തോട്ടത്തിൽ നമ്മൾ വച്ചു പിടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്, വളർന്നുകൊണ്ടിരിക്കുകയാണ്. കുദാശകൾ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. വചന ശുശ്രൂഷകളുണ്ട്, ആരാധനയുണ്ട്, ദേവാലയമുണ്ട്, വൈദികരുണ്ട്, സമർപ്പിതരുണ്ട്, അടിസ്ഥാനപരമായ മതബോധന ശുശ്രൂഷകളുണ്ട്. എന്താണ് നമുക്കില്ലാത്തത്? നമുക്ക് ഒന്നിൻ്റെയും കുറവില്ല എന്നൊരു കുറവേ ഉള്ളൂ. അങ്ങനെ എല്ലാ സമൃദ്ധികളിലും ഭക്ഷണത്തിന് ഭക്ഷണം, പഠിപ്പിന് പഠിപ്പ്, വിദ്യാലയത്തിന് വിദ്യാലയം, ആതുരാലയങ്ങൾക്ക് ആതുരാലയങ്ങൾ, അങ്ങനെ സൗകര്യത്തിനൊരു കുറവുമില്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ. പക്ഷേ ഈ മനുഷ്യനിൽ
ഫലമുണ്ടോ എന്ന് നോക്കാൻ ദൈവം വരുമ്പോൾ അവനിൽ ദൈവസ്നേഹത്തിൻ്റെ ഫലമില്ല. ഫലമുണ്ടോ എന്ന് നോക്കാൻ ദൈവം വരുമ്പോൾ അവനിൽ ദൈവാരാധനയില്ല, അവനിൽ പരസ്നേഹമില്ല, അവനിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളില്ല. ഫലമില്ലാത്ത മനുഷ്യൻ, ഏത് ഫലമില്ലാത്ത മനുഷ്യൻ? അവൻ അധ്വാനിക്കുന്നില്ലേ? അധ്വാനിക്കുന്നുണ്ടല്ലോ. അവൻ പണമുണ്ടാക്കുന്നില്ലേ? പണമുണ്ടാക്കുന്നുണ്ടല്ലോ. അവൻ അധികാരമില്ലേ? അധികാരമുണ്ടല്ലോ. ഈ ലോകത്തിലെ എല്ലാ ഫലങ്ങളും അവനിലുണ്ട്. പക്ഷേ അവനിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളില്ല. അവന് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാ അറിവുകളുമുണ്ട്. പുറമേ നിന്ന് നോക്കുമ്പോൾ അവനൊരു പടുകൂറ്റൻ വൃക്ഷമാണ്, ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നുണ്ട്. പക്ഷെ ദൈവം ഹൃദയം പരിശോധിച്ച് നോക്കുന്നത് ഇവന് എത്ര സാലറി ഉണ്ടെന്നല്ല, ഇവനിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹവും സമാധാനവും സൗമ്യതയുമുണ്ടോ? ആനന്ദവും ആത്മസംയമനവുമുണ്ടോ? ഇവനിൽ ക്ഷമയുണ്ടോ? ദയയുണ്ടോ? നന്മയുണ്ടോ? വിശ്വസ്തതയുണ്ടോ? ലാളിത്യമുണ്ടോ? വിധേയത്വമുണ്ടോ? വിശുദ്ധിയുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ 12 ഫലങ്ങളാണ്. ലോകത്തിൻ്റെ പലതും നേടിയെടുക്കുന്ന കൂട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളില്ലാതെയായി. ദൈവം പരിശോധിക്കുന്ന ഫലം നിന്നിലില്ല. വിശ്വാസമില്ല, പ്രത്യാശയില്ല, പ്രാർത്ഥനയില്ല. ഈശോ പറയുകയാണ്, ഞാൻ 3 വർഷമായി ഇത് ഫലമുണ്ടോ എന്ന് അന്വേഷിച്ചു വരുന്നു. ഈ 3 വർഷത്തെ ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ 3 വർഷങ്ങളുമായി തുലനം ചെയ്യാറുണ്ട്. ഈ വചനഭാഗം ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ അവസാന വർഷവുമായി ബന്ധപ്പെട്ടാണ്. 1-ാം വർഷം, 2-ാം വർഷവും 3-ാം വർഷവും ഞാനിതാ വന്നു, ഇനിയും ഇവരെന്നിൽ വിശ്വസിക്കുന്നില്ല. അതാണ് ഫലം. വിശ്വസിക്കുന്നവരാണ് രക്ഷ പ്രാപിക്കുന്നത്. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇനിയും ഇവരെന്നിൽ ഹൃദയമുറപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ട കുഞ്ഞെ, നീ കർത്താവിൽ ഹൃദയമുറപ്പിക്കുന്നതിൻ്റെ ഒരു തെളിവാണ് നീ വചന ശുശ്രൂഷയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നീ സമയം ചെലവഴിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നീ കർത്താവിനോട് നിൻ്റെ ഹൃദയത്തിലുള്ള സ്നേഹത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ ഒക്കെ ഒരു അടയാളമാണ്. പക്ഷേ ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇത് പോരാ, കുറച്ചുകൂടെ വേണം. കാരണം നീ മുന്തിരിത്തോട്ടത്തിൽ നട്ടുപിടിപ്പിക്കപ്പെട്ട അത്തിമരമാണ്. അതുകൊണ്ട് നിന്നിൽ നിന്ന് ദൈവം അധികം ഫലം പ്രതീക്ഷിക്കുന്നു. അധികം നൽകപ്പെട്ടവരിൽ നിന്ന് അധികം പ്രതീക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ തപസ് കാലത്ത് നമുക്ക് തീഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കാം, ഏകാഗ്രതയോടുകൂടെ പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ 100 മേനി വിളയാൻ വേണ്ടി ആഗ്രഹിക്കാം. നമ്മുടെ ഹൃദയവയലിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൻ്റെ നിലത്തിൽ നിന്ന് ദൈവാത്മാവിൻ്റെ ഫലങ്ങൾ 100 മേനി പുറപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവേ അങ്ങയുടെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ. ആയിരിക്കുന്നിടങ്ങളിൽ മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി യേശുനാമം വിളിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവനുള്ള എല്ലാവർക്കും വേണ്ടിയും ഈ ആശീർവാദം സ്വീകരിക്കുന്നു. ഞങ്ങളെല്ലാവരും അങ്ങാഗ്രഹിക്കുന്ന ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി തീരാൻ, ഇപ്പോഴുള്ളതിൻ്റെ 100 ഇരട്ടി ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയേ, 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 അനന്തമാം കാരുണ്യമേ, ആഴി തന്നഗാധത്തെക്കാൾ അനന്തമാം
കാരുണ്യമേ ആത്മാവിനകതാരിനുള്ളിൽ അഭിഷേക ജ്വാലയായി പൊട്ടിച്ച് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സന്തോഷമുള്ള രാത്രി, പ്രാർത്ഥന ചൈതന്യമുള്ളൊരു രാത്രി, സുഖനിദ്രയുള്ള രാത്രി ആശംസിക്കുന്നു. നാളെ കൂടുതൽ ആരോഗ്യത്തോടുകൂടെ ഉണർന്നെഴുന്നേറ്റ് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകളിൽ വ്യാപൃതരാകാൻ സാധിക്കട്ടെ. നല്ലൊരു ഞായറാഴ്ച നാളെ എല്ലാവർക്കും ആശംസിക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.